നമ്മൾ പലപ്പോഴും പല ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവർ. നമുക്ക് ഒത്തിരി ഒത്തിരി ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. അള്ളാഹുവിനോട് ചോദിച്ചാൽ റബ്ബ് തരുമെന്ന് നമ്മെ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത് നിങ്ങൾ ചോദിച്ചാലും നമ്മുടെ ആവശ്യം റബ്ബിനോട് പറഞ്ഞാൽ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമുക്ക് വെള്ളവും വെളിച്ചവും അന്നവും ആഹാരവും എല്ലാ അനുഗ്രഹങ്ങളും ഔദാര്യമായി തന്നുകൊണ്ടിരിക്കുന്ന റബ്ബ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ചോദിക്കേണ്ടത് പോലെ ചോദിക്കണം. റബ്ബിനോട് നമ്മൾ ചോദിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചോദിക്കേണ്ട രൂപത്തിൽ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് റബ്ബിനോട് റബ്ബേ ഈ കാര്യം നീ നടത്തിത്തരണേ അല്ലാ എന്ന് നല്ല ആത്മാർത്ഥമായിട്ടൊരാൾ ചോദിച്ചാൽ അള്ളാഹു ആ അനുഗ്രഹവും നമ്മുടെ ആവശ്യവും അള്ളാഹു നമുക്ക് എത്തിച്ചു തരും, പൂർത്തീകരിച്ചു തരും. വിഷമങ്ങൾ റബ്ബ് അള്ളാഹു മാറ്റിത്തരും. ഇപ്പൊ നമ്മൾ പല ആവശ്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു, അള്ളാഹു ഞങ്ങൾക്ക് ആരോഗ്യം തരണേ അല്ലാ. അപ്പൊ നമ്മളൊക്കെ മനസ്സറിഞ്ഞാണോ ആമീൻ പറയുന്നത്? വേണ്ടത്ര ഒരു പരിഗണന ഇല്ലാത്ത രൂപത്തിൽ ആമീൻ പറയുന്നത്. കണ്ണ് കാണാത്ത ഒരാളോ, പെട്ടെന്ന് നല്ല കണ്ണിന് കാഴ്ചയുള്ള ഒരാളാണ്, അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച പെട്ടെന്ന് അങ്ങോട്ട് കുറഞ്ഞു പോവാണ്. വല്ലാത്ത പ്രയാസത്തിലായിരിക്കാം അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് നിങ്ങളൊന്ന് പതുക്കുന്ന ദുആ ചെയ്ത് നോക്കി, അല്ലാഹുവേ കണ്ണിന് പ്രയാസമുള്ളവരുടെ കണ്ണിന്റെ ബുദ്ധിമുട്ട് മാറ്റണേ എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയും. കാരണം കണ്ണില്ലാത്തതിന്റെ, കണ്ണിന്റെ കാഴ്ച കുറഞ്ഞതിന്റെ, കണ്ണിന്റെ പ്രയാസം അദ്ദേഹം കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇവന്റെ മനസ്സിൽ അതിന്റെ വേദനയോട് വിഷമത്തോടുകൂടി ആ ബുദ്ധിമുട്ടും പ്രയാസവും മാറണമെന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യും. നമ്മൾ നിസ്കാര ശേഷം ദുആ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സൽക്രമങ്ങൾ കഴിഞ്ഞ് ദുആ ചെയ്യുമ്പോൾ വേണ്ടത്ര ശ്രദ്ധ നമുക്ക് കിട്ടുന്നില്ല. ആമീൻ പറയുമ്പോൾ വേണ്ടത്ര കിട്ടുക, അത് കറക്റ്റായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ആ ബുദ്ധിമുട്ടും വിഷമത്തോടുകൂടി നമുക്ക് ആ അനുഭവിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ റബ്ബ് നമ്മുടെ ആവശ്യം പൂർത്തീകരിച്ചു. അല്ലാഹു എനിക്ക് വീട് വേണം, ചുമ്മാ ഇങ്ങനെ ചോദിക്കാതെ എനിക്ക് കൃത്യമായൊരു വീടിനെ കുറിച്ച്, സ്ഥലത്തെ കുറിച്ച്, എത്ര വലിപ്പമുള്ള വേണം, എത്ര വലിപ്പമുള്ള വീട് വേണം, ഇതിനൊക്കെ കുറിച്ച് കൃത്യമായി മനസ്സിൽ കൊണ്ടുവന്നിട്ട് അള്ളാഹുവിനോട് ഈ നല്ല റാഹത്തായിട്ട് ഈ രൂപത്തിലുള്ള വീട് എനിക്ക് വേണമെന്ന് അള്ളാഹയോട് ചോദിച്ചു നോക്ക്. അൽഹംദുലില്ലാഹ് ഈ മജ്‌ലിസിൽ അൽഹംദുലില്ലാഹ് പങ്കെടുക്കുന്നവർ അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറൊക്കെ ചൊല്ലിയിട്ട് അൽഹംദുലില്ലാഹ് ഇവിടെ കരമുയർത്തി മുത്തഅല്ലിമീങ്ങളും ഹാഫിളീങ്ങളും ഉസ്താദുമാരെല്ലാം കൂടി ദുആ ചെയ്യുമ്പോൾ ആരുടെയെങ്കിലും ആമീൻ റബ്ബ് സ്വീകരിച്ചാൽ നമ്മുടെ ആവശ്യം അള്ളാഹു പൂർത്തീകരിച്ചു തരും.